ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടുണ്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ വിനീഗർ 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് സാൾട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിടുന്നതിൽ 2 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കുറച്ചിട്ടാണ് ഈ 1/4 കപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത്. തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുത്താലും മതിയാവും. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ചിക്കന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 മണിക്കൂർ ഇതൊന്ന് സെറ്റാവാനായിട്ടൊന്ന് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല കറിയുടെ റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മസാലയിൽ മാരിനേറ്റ് ചെയ്ത ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി നമുക്കിവിടെ കിട്ടും. അപ്പോൾ ചിക്കനിവിടെ സെറ്റാവുന്ന സമയം കൂടി നമുക്ക് ചിക്കനേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ടി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് സാൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വഴണ്ടി വരാനായിട്ട്. ഇനി സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി മൂടിയൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇതും നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ മല്ലിപ്പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്രയും സമയം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് ഉപ്പും മുളകും മസാലയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാ ചിക്കനിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്.
ഈ സമയം കൊണ്ട് ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് സാൾട്ടാണ്. ഞാനിവിടെ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്തും ആവശ്യത്തിന് സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കറി മസാലപ്പൊടിയാണ്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ ഗ്രേവിയോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. അതല്ല ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.